My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 304-ാമത്തെ എപ്പിസോഡിൽ സ്റ്റാനം മെറ്റാലിക്ക എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ ഈ ഔഷധത്തിൽ. ഈ ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കേട്ട് നമുക്ക് തരുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ഇൻക്യൂറബിൾ കേസസിൽ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റില്ല എന്ന് ബോധ്യമുള്ള കേസുകളിൽ എങ്ങനെ ഈ ഔഷധം ഉപയോഗിക്കണം, ഏത് തരത്തിൽ അതിന് ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ആൻറ്റിഡോട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്. കൂടാതെ നേരത്തെ പറഞ്ഞ ശ്വാസകോശത്തിൻ്റെ ലക്ഷണങ്ങളും നാഡീസംബന്ധമായ ലക്ഷണങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചുള്ള കുറച്ച് കൂടുതൽ വിവരങ്ങൾ, അതുപോലെ തലവേദന, ക്ഷീണം, തളർച്ച, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എൻ്റെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഹെഡേക്ക് എവറി മോർണിംഗ് ഓർ വൺ ഓർ ദ അതർ ഐ, മോസ്റ്റ്ലി ദ ലെഫ്റ്റ്, ഗ്രാജുവലി എക്സ്റ്റെൻഡിങ് ഓവർ ദ വോൾ ഫോർഹെഡ് ആൻഡ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഗ്രാജുവലി, ഓഫൺ വിത്ത് വോമിറ്റിംഗ്. ഒരു പൊതു മൊഡാലിറ്റി വരുന്നുണ്ട്, ക്രമേണ വർദ്ധിക്കുന്നു, ക്രമേണ താഴുന്നു. ഇവിടെ തലവേദന ഓരോ പ്രഭാതത്തിലും വരുന്നുണ്ട്. അത് കണ്ണിൻ്റെ മേലാട്ടം, ഒന്നെങ്കിൽ ഒരു കണ്ണിൻ്റെ, കൂടുതലും ഇടതുവശത്തെ കണ്ണിൻ്റെ, പിന്നെ അല്ലെങ്കിൽ മറ്റേ കണ്ണും ആകാം. എന്നിട്ടത് നെറ്റിയിലേക്ക് മുഴുവൻ വ്യാപിക്കുന്നു. കണ്ണിൻ്റെ മേലെ തുടങ്ങിയിട്ട് നെറ്റിയിലേക്ക് മുഴുവൻ വ്യാപിക്കുന്നു. അത് വർധനവും പിന്നെ അതിൻ്റെ കുറയലും ക്രമേണ, അതൊരു സ്റ്റാനത്തിൻ്റെ പൊതു സ്വഭാവം. പലപ്പോഴും ഇതിനോടൊപ്പം ഛർദിയും വരും. ഇതൊരു പോറുടെ കൊട്ടേഷനാണ്. വീണ്ടും ഒരു കൊട്ടേഷനാണ്. വയലൻറ്റ് ഗ്ലോവിങ് ബീറ്റിംഗ് പെയിൻ, വളരെ ശക്തമായിട്ടുള്ള ഗ്ലോവിങ്, തീ കൊണ്ട് ചുട്ടുപൊള്ളി ഇങ്ങനെ തിളങ്ങുന്നത് പോലെ ആ തലവേദനയുടെ ചൂടുകൊണ്ടിങ്ങനെ വിങ്ങുന്ന തരത്തിലുള്ള ബീറ്റിംഗ്, അടിക്കുന്ന പോലെയുള്ള വേദനകൾ. ഇറ്റ് ഈസ് സംടൈംസ് അറ്റൻഡഡ് വിത്ത് ബേണിങ്. ചില സമയം ഇതിനോടൊപ്പം പൊള്ളുന്നൊരു അനുഭവം കൂടി ഉണ്ടാകാം. ആ ഒരു ഗ്ലോവിങ്ങും ബേണിങ്ങും ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. വീണ്ടും കൊട്ടേഷനാണ്. ഫെൽറ്റ് ആസ് വിത്ത് ദ ഹെഡ് വുഡ് ബേസ്റ്റ് വിത്ത് ഇൻവേർഡ് ബ്ലോസ്. ഉള്ളിലേക്ക് ഇങ്ങനെ ഇടിച്ചിട്ട് തല പൊട്ടിപ്പോകും എന്ന് തോന്നുന്ന രീതിയിൽ, പുറത്തേക്കല്ല, ഇത് അകമേക്ക്, ഉള്ളിലേക്ക്. ന്യൂറോളജി ഓഫ് ദ ലെഫ്റ്റ് ഐ ഗ്രാജുവലി ഇൻക്രീസിങ് ഫ്രം 10 AM to noon, then gradually decreasing with lacrimation during pain. അപ്പോൾ ഇടത് കണ്ണിൽ നാഡീസംബന്ധമായ വേദന, അത് 10 മണിക്ക് തുടങ്ങുന്നു, ഉച്ചവരെ ക്രമേണ വർദ്ധിക്കുന്നു, പിന്നെ ക്രമേണ അത് കുറയുന്നു. വേദനയുടെ സമയത്തൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യും. ഇൻ്റർമിറ്റൻറ്റ് സൂപ്രാ ഓർബിറ്റൽ ന്യൂറാൾജിയ ഫ്രം 10 AM to 3 or 4 PM, gradually increasing and attending its acme, and then again gradually decreasing ആഫ്റ്റർ ദ അബ്യൂസ് ഓഫ് ക്യുനീൻ. ഇത് കൊട്ടേഷനാണ്. ഈ ക്യുനീൻ്റെ, മലമ്പനിക്ക് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ക്യുനീൻ്റെ ദുരുപയോഗം കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു രോഗിയുടെയോ പ്രൂവറുടെയോ ഒരു അനുഭവമാണ് ഇത് പറയുന്നത്. ഈ നെറ്റിയിലും കൺപുരികങ്ങളിലുടെ ഭാഗത്തുണ്ടാകുന്ന വളരെ അസാധാരണമായി ഉണ്ടാകുന്ന വല്ലാത്തൊരു തരം വേദന, ഇടവിട്ട് വരുന്ന വേദന, സൂപ്രാ ഓർബിറ്റൽ ന്യൂറാൾജിയ, അത് 10 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 3 മണി വരെയോ 4 മണി വരെയോ നീണ്ടു നിൽക്കും. അത് ക്രമേണ വർദ്ധിക്കുന്നു, പിന്നെ അതിൻ്റെ ഒരു ഉച്ചസ്ഥായിയിലെത്തുന്നു, പിന്നെ ക്രമേണ താഴേക്ക് വരുന്നു. ഇത് ക്യുനീൻ്റെ ദുരുപയോഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. ദിസ് ഇസ് വെൻ ദ ബോഡി ഈസ് വീക്ക് വിത്ത് സാലോ കോണ്ടറൻസ് ആൻഡ് ടെൻഡൻസി ടു തൈസിസ്, full of pain, and the earliest history shows that instead of taking cold in the chest or nose as others take cold, every cold sits in the nerves. അപ്പോൾ ഇവിടെ വളരെ സവിശേഷമായ ഒരു അവസ്ഥ. ഇത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ലക്ഷണവും പൊതുവെ ലക്ഷണങ്ങളും ആളാകെ ക്ഷീണിതമായിരിക്കുന്നൊരവസ്ഥയിൽ, രോഗിക്ക് അതിൻ്റെ പല കാരണങ്ങൾ കൊണ്ടും ആൾ പൊതുവെ ക്ഷീണിതമാണ് ഉള്ള അവസ്ഥ. മുഖമാകെ തളർന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തിയ പോലെ, ക്ഷയരോഗം വരും, കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ക്ഷയരോഗം ഉണ്ടായാൽ ക്ഷയരോഗിയെ തീരുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മുഖഭാവം,
എല്ലാ തരത്തിലുള്ള വേദന അയാൾക്കുണ്ട്. അയാളുടെ ഒരു പഴയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തണുപ്പടിക്കും. തണുപ്പടിച്ച സാധാരണ മൂക്കിലോ തൊണ്ടയിലോ നെഞ്ചിലോ ശ്വാസകോശങ്ങളൊക്കെ പോയി വീഴുന്നതിന് പകരം ഇവിടെ അയാളുടെ നാഡികളാണ് തണുപ്പ് ബാധിക്കുന്നത്. നാഡികളെ ബാധിച്ചിട്ട് നാഡീ സംബന്ധമായ വേദനകളും മറ്റു പ്രശ്നങ്ങളും തളർച്ചകളും ഒക്കെ ഉണ്ടാക്കുന്നു. ഫൈനലി ഹി ബിഗിൻസ് ടു ടേക്ക് ഹോൾഡ് ഇൻ ചെസ്റ്റ്. അങ്ങനെ അത് പോയിട്ട് ഈ നാഡികളിൽ പോയി തണുപ്പടിക്കുന്നൊരവസ്ഥ പോയിട്ട് അത് പിന്നീട് നെഞ്ചിൽ പോയി തണുപ്പടിക്കുന്നു. വിത്ത് ഡിസ്നിയ, ശ്വാസം മുട്ടലുണ്ടാകുന്നു. വയലന്റ് റേക്കിംഗ് ഓഫ്, ആളാകെ ഉലയ്ക്കുന്ന ശക്തമായ ചുമ വരുന്നു. ശ്വാസം കിട്ടാതെ വരുന്നു. ഛർദ്ദിക്കാൻ വയറ്റിലൊന്നുമില്ല, ഒന്നുമില്ലെങ്കിൽ പോലും വല്ലാത്ത ഛർദിൽ വരുന്നു. ചിലപ്പോൾ ശരിക്കുള്ള ഛർദിൽ വരും. ആൻഡ് ദ മോസ്റ്റ് ഇൻറ്റൻസ് സഫറിങ്, എല്ലാ തരത്തിലും രൂക്ഷമായ സഹനങ്ങൾ അയാൾക്കുണ്ടാകുന്നു തണുപ്പടിക്കുന്നതുകൊണ്ട്. ആദ്യഘട്ടത്തിൽ നാഡികളിൽ, പിന്നെ ശ്വാസകോശത്തിൽ വന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അവിടെയും നാഡികളും ശ്വാസകോശവും തമ്മിലുള്ള നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ബന്ധങ്ങളുടെ ഒരു വിപുലീകൃത രൂപമാണ് നമ്മളിവിടെ കാണുന്നത്. കോപ്പിയസ് തിക് യെല്ലോ ഗ്രീൻ ബ്ലഡി എക്സ്പെക്ടറേഷൻ വിച്ച് ടേസ്റ്റ് സ്വീറ്റിഷ്, മധുരം തോന്നിക്കുന്ന കഫം. ഫോസ്ഫറസിനോടൊരു സാദൃശ്യം പറഞ്ഞിട്ടുണ്ട്, ആസ് ഫോസ്ഫറസ്. അപ്പോൾ ഈ ചെസ്റ്റിൽ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ തിങ്ങിയ പച്ചയും മഞ്ഞയും കലർന്ന നിറമുള്ള അല്ലെങ്കിൽ രക്തം കലർന്ന തരത്തിലുള്ള കഫം ചുമച്ചു പോകും. കാരണം ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടിവാതിൽക്കൽ നിൽക്കുകയാണ്. മധുരമുള്ള കഫം ഫോസ്ഫറസിനോട് താരതമ്യം ചെയ്യുന്നു. റച്ചിങ് വെൻ കോഫിംഗ് ഈസ് മാർക്ഡ്, ചുമ വരാൻ നേരത്ത് ഈ ഛർദ്ദിക്കാൻ വരില്ല, വയറിലൊന്നുമില്ലാതെ ഛർദ്ദിക്കാൻ വരില്ല വളരെ ശ്രദ്ധേയമായ രീതിയിലുണ്ട്. തിക് വൈറ്റ് യെല്ലോ ഓർ ഗ്രീൻ ടെനേഷ്യസ് മ്യൂക്കസ്, കഫമുണ്ട്, വെള്ളയാകാം, മഞ്ഞയാകാം, പച്ചയാകാം, പക്ഷെ അത് വിട്ടുപോകില്ല. ടെനേഷ്യസ് മ്യൂക്കസ് വിട്ടുപോകില്ല, അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കനോട്ട് വാക്ക്, കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് കോഫ്. അപ്പോൾ എന്ത് ചെയ്താലും ഇയാൾക്ക് ചുമ വരും, നടന്നാൽ പോലും ചുമ വരും. അപ്പോൾ ആ ഒരു ക്ഷയരോഗത്തിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറുന്നു. ചുമ എപ്പോഴും ചുമകളെ ചുറ്റിപ്പിടി നിൽക്കുന്ന, കഫമോട്ട് പോകുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നു, ഛർദ്ദിച്ച് പോകാനൊന്നുമില്ല. ഓൾവേസ് ടയേർഡ്, എപ്പോഴും ആൾ ക്ഷീണിതരാണ്. ഈസ് ആൻ എഫോർട്ട് വർക്ക്, ഒരു പ്രവൃത്തിയെടുക്കാൻ, ഒരു ജോലി ചെയ്യാൻ ഇയാൾ പരിശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തുമ്പോഴാണ് ഇയാളെ ക്ഷീണിതാവസ്ഥ ബാധിക്കുന്നത്. അല്ലാതെ ക്ഷീണം ഭാവിച്ച് അല്ലെങ്കിൽ നാഡീസംബന്ധമായാലും മാനസികമായ തലത്തിലുള്ളൊരു ക്ഷീണമല്ല. ജോലി ചെയ്യാൻ ഇയാൾ സന്നദ്ധനാണ്. അതിനുവേണ്ടി ഒരു എഫർട്ട് എടുക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോഴൊക്കെ എപ്പോഴൊക്കെ അയാൾക്ക് ക്ഷീണം വരുന്നു. വേക്കൻസ് ഇൻ ദ മോർണിംഗ് വിത്ത് ദ ചെസ്റ്റ് ഫിൽ വിത്ത് മ്യൂക്കസ്, പ്രഭാതത്തിൽ നെഞ്ചിൽ നിറയെ കഫമായിട്ട് അയാൾ ഉടനെഴുന്നേൽക്കുന്നു. ആൻഡ് കോസ് ആൻഡ് എക്സ്പെക്ടേഴ്സ്, ചുമച്ച് കഫം തുപ്പുന്നു. ആൻഡ് യെറ്റ് സം റിമൈൻസ്, ചുമച്ച് തുപ്പിയാലും കുറച്ച് ബാക്കി നിൽക്കും. നേരത്തെ ടെനേഷ്യസ് മ്യൂക്കസ് പറഞ്ഞു, ഇവിടെ പോകുന്നുണ്ട് പക്ഷെ കുറച്ച് ബാക്കി നിൽക്കും. ഹി ഗാഗ്, ഛർദ്ദിക്കാൻ വരുന്നു, ശ്വാസം കിട്ടാതെ വരുന്നു, ഈ കഫം പോകാതെ വരുന്നത്. റച്ചസ് ആൻഡ് വൊമിറ്റ്സ്, വല്ലാതെ ഓക്കാനിച്ച് കളയാൻ നോക്കുന്നു, ചിലപ്പോൾ ഛർദ്ദിച്ചു പോകുന്നു. ആൻഡ് ഇറ്റ് സ്ട്രിങ്സ് ഔട്ട് ഓഫ് ദ മൗത്ത് ടേസ്റ്റിംഗ് സ്വീറ്റിഷ്, സംടൈംസ് സാൾട്ടി ഓർ സോർ. സ്ട്രിങ്സ് ഔട്ട്, ഇത് കഫം ശരിക്കും പോകാതെ നൂല് പോലെ പോകുന്നത്. ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഒട്ടിയിരിക്കുന്നു, ടെനേഷ്യസ് വരുന്നു, അല്ലെങ്കിൽ പോയിട്ട് ഇങ്ങനെ എന്നാലും മുഴുവൻ പോകാതെ നൂല് പോലെ ഇങ്ങനെ വിട്ടുപോകാതെ പോകുന്നു. ഹൈലി വിസ്കസ് കണ്ടീഷനാണെന്ന് അർത്ഥം. ടേസ്റ്റിംഗ് സ്വീറ്റിഷ്, നേരത്തെ പറഞ്ഞ പോലെ മധുരം രുചിയാണുള്ളത്, അത് ഇവിടെ ഇറ്റാലിക്സിലാണ് പറഞ്ഞിരിക്കുന്നത്. സംടൈംസ് സാൾട്ടി ഓർ സോർ, ചില സമയത്ത് ഉപ്പായിരിക്കാം, ചില സമയത്ത് ചവർപ്പായിരിക്കാം. അപ്പോൾ രുചി ഒരു സുപ്രധാന ഘടകമല്ല, മധുരം അല്ലെങ്കിൽ തന്നെയും സ്ഥാനം ഇൻഡിക്കേറ്റ് ചെയ്യാം. ദിസ് ഗ്രേറ്റ് വീക്ക്നെസ് ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ദ വോയിസ്, ഹോഴ്സ്നെസ്, ലോസ് ഓഫ് വോയിസ്, ദ വോക്കൽ കോഡ്സ് വിൽ നോട്ട് റെസ്പോണ്ട്. ഇയാളുടെ വല്ലാത്ത ക്ഷീണം ശബ്ദത്തിലും അതിൻ്റെ ഒരു പ്രതിഫലനം കാണാം. അതിൽ ശബ്ദം ഇങ്ങനെ ഒരു കിരികിരിപ്പ് വരാം, ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നു. മറ്റൊന്ന്, ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അയാളുടെ സ്വനതന്ത്രികൾ അതിനോട് പ്രതികരിക്കുന്നില്ല. പലപ്പോഴും നാഡീ സംബന്ധമായൊരു പ്രശ്നം. ഒരു ആഗ്രഹമുണ്ട്, പരിശ്രമമുണ്ട്, പക്ഷേ ആ ഒരു അവയവം പ്രതികരിക്കാതെ വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ള നാഡികൾ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ക്ഷീണം
മാന്ദ്യം അതിനെ ബാധിച്ചിരിക്കുന്ന അർത്ഥം. എ പാരലിറ്റിക് വീക്ക്നെസ്, ആളെ തളർത്തിക്കറയുന്ന തരത്തിലുള്ള ഒരു ക്ഷീണം. ടോക്കിംഗ് മേക്സ് ഹിം ഫീൽ വീക്ക്, സംസാരിക്കുമ്പോഴൊക്കെ ക്ഷീണം തോന്നുന്നു. എസ്പെഷ്യലി ഇൻ ദ ചെസ്റ്റ്, ആ നെഞ്ചിലാണ് സംസാരിക്കുമ്പോഴുള്ള ക്ഷീണം അനുഭവപ്പെടുന്നത്. ഈ കൊട്ടേഷനാണ് ഹോഴ്സ്നെസ്, വീക്ക്നെസ്, എംറ്റിനെസ് ഇൻ ദ ചെസ്റ്റ് ഓൺ ബിഗിനിങ് ടു സിങ്. പാട്ടുകാര്, സംഗീതജ്ഞര് പാടാൻ തുടങ്ങുമ്പോൾ തൊണ്ടയ്ക്ക് കിരികിരിപ്പ് വരുന്നു, ക്ഷീണം വരുന്നു, നെഞ്ചാകെ കാലിയായതുപോലെ പൊള്ളയായി പോയ പോലെ തോന്നുന്നു. സോ ദാറ്റ് ഷി വാസ് കോൺസ്റ്റന്റ്ലി ഒബ്ലിജ് ടു സ്റ്റോപ്പ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. പാട്ടിനിടയിൽ ഇടക്കിടക്ക് നിർത്തിയിട്ട് വല്ലാതെ ഇങ്ങനെ ആഴത്തിൽ ശ്വാസം എടുക്കേണ്ടി വരും. അറ്റ് ടൈംസ് എ ഫ്യൂ എക്സ്പ്രസീവ് കോഫ്സ് റിമൂവ് ദ ഹോഴ്സ്നെസ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ചിലപ്പോൾ ഇങ്ങനെ ചുമച്ച് കാർക്കിച്ച് കളയാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം ആ ഒരു തൊണ്ടയുടെ കിരികിരിപ്പ് മാറിക്കിട്ടും. റോനസ് ഇൻ ദ ലാരിങ്സ്, സ്വനവേടകത്തിൽ ആകെ കിരികിരിപ്പ് വരുന്നു. റോനസ് ഇൻ ദ ട്രാക്കി ആൻഡ് സ്മാർട്ടിങ് ഓൾ ദ വേ ഡൗൺ വെൻ കോഫിങ്. അപ്പോൾ തൊണ്ടയിൽ നീറ്റലുണ്ട്, ചുമക്കാൻ നേരത്ത് താഴേക്ക് അന്നനാളത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് കടക്കുന്ന തരത്തിലുള്ള ആ ഒരു തൊലി പോയ പോലുള്ളൊരു നീറ്റൽ വരും ചുമക്കാൻ നേരത്ത്. ഇറിറ്റേഷൻ ടു കോഫ്, ചുമക്കാൻ ഉള്ള ഒരു കിരികിരിപ്പ് തോന്നും. ആസ് ഫ്രം മ്യൂക്കസ് ഇൻ ദ ട്രക്കിയ, ട്രക്കിയയിൽ കഫം ഇരുന്നിട്ട്, സ്വനവേടകത്തിൽ കഫം ഇരുന്നിട്ട് അയാൾക്ക് ചുമക്കാനുള്ളൊരു തോന്നൽ വരുന്നു. ഓർ ബ്രീത്തിങ് വിത്ത് കോഫ് ഈതർ ലോസ് ഓർ ഡ്രൈ, ശ്വാസം കഴിക്കാൻ നേരത്ത് ചുമ വരുന്നു, ചിലപ്പോൾ കഫം ഇളകിപ്പോവും, ചിലപ്പോൾ ഉണങ്ങിയിരിക്കും, വരണ്ട ചുമയും വരാം. ഫെൽ മോർ വൈൽ സിറ്റിംഗ് ബെൻഡ് ഓവർ ദാൻ വെൻ വാക്കിംഗ്. അപ്പോൾ നടക്കുമ്പോൾ എന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുന്നോട്ട് വളഞ്ഞൊക്കെ ക്ഷീണം കൊണ്ടൊക്കെ വളഞ്ഞിരിക്കുമ്പോഴാണ് ചുമയും മറ്റുമൊക്കെ വരുന്ന അയാൾക്ക് കൂടുതലും, നടക്കുന്നതിനേക്കാൾ കൂടുതലധികം. ഇതിൻ്റെ കൊട്ടേഷനാണ് അക്യുമുലേഷൻ ഓഫ് ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് മ്യൂക്കസ് ഇൻ ദ ട്രക്കിയ ഈസിലി ത്രോൺ ഓഫ് ബൈ കോഫിങ്. ആ ട്രക്കിയയിൽ ധാരാളമായി കഫം വന്നടിഞ്ഞിട്ട് അത് ചുമച്ചു കഴിഞ്ഞാൽ എളുപ്പം പോകുന്നുണ്ട്. ഇവിടെ എളുപ്പം പോകുന്ന തരത്തിലാണ്, അങ്ങനെയും വരാം. ഇതൊരു പ്രോവറുടെ എല്ലാ പേഷ്യൻ്റ് കൊട്ടേഷനാണ്. ഒപ്രസ്ഡ് ബ്രീത്തിങ് ഫ്രം അസെൻഡിങ്, കയറ്റം കയറാൻ നേരത്ത് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ വരുന്നു. ഫ്രം ദ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ്, ചെറിയൊരു ചലനം മതി മേലേക്ക് ശ്വാസം കിട്ടാതെ വരുന്നു. വെൻ ലൈങ് ഡൗൺ ഇൻ ദ ഈവനിങ് ഫ്രം കോഫിങ്, കിടക്കാൻ നേരത്ത് വൈകുന്നേരം സായാഹ്നത്തിൽ കിടക്കാൻ നേരത്തും വരാം, ചുമ കൊണ്ടും വരാം, ഇതേപോലെ ശ്വാസം കിട്ടാത്ത അവസ്ഥ. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിഗതമായ അനുഭവങ്ങളാണ്. അതൊക്കെ കൊണ്ടെല്ലാം കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്, പൊതുവായൊരു അവസ്ഥയായിട്ട് എടുക്കണമെന്നില്ല. വീണ്ടും കൊട്ടേഷനാണ് കോഫിൻ ഫാറ്റിഗിങ് പാരോക്സിസംസ്. ഒരു തുടർച്ചയായിട്ട് വരുന്നു, നിയന്ത്രണാതീതമായിട്ട് വരുന്നു, ആകെ തളർത്തിക്കറിയുന്ന തരത്തിലുള്ള ചുമ വരുന്നു. കഫിൻ ഫാറ്റിഗിങ് പാരോക്സിസംസ് എപ്പിഗാസ്ട്രിക് റീജിയൻ പെയിൻഫുൾ ആസ് ഇഫ് ബീറ്റൺ. ചുമ വരുന്നു, അല്ലാതെ ഇങ്ങനെ തളർത്തിക്കറിയുന്ന തരത്തിലുള്ള ഇങ്ങനെ നിയന്ത്രണം വിട്ട് ഇടക്കിടക്ക് വരുന്ന, അത് തുടർച്ചയായിട്ട് വരുന്ന വേദന, അത് പൊക്കിളിൻ്റെ മുകളിൽ അടിച്ചാലെന്ന പോലുള്ള വേദന അതിനോടൊപ്പം വരുന്നു. വളരെ ശക്തമായ വേദന, ആളായി ഒലയ്ക്കുന്ന ആഴത്തിലുള്ള വേദന. ഈ ചുമ ചുരുങ്ങിയ സമയത്തേക്ക് വരാം, ഇടയ്ക്കിടയ്ക്ക് വരാം, അത് നെഞ്ചിലെ ക്ഷീണം കൊണ്ട് വരുന്നത് പോലെ. അതിനോടൊപ്പം ആ ചുമക്കുമ്പോഴുള്ള ശബ്ദം, ആ ഒരു തൊണ്ട അടഞ്ഞു പോലുള്ള ശബ്ദം വരുന്നു, തളർന്ന ശബ്ദം വരുന്നു. കോഫ് കോസ്ഡ് ബൈ ടോക്കിംഗ്, സിംഗിങ്, ലാഫിങ്, ലൈയിങ് ഓൺ ദ സൈഡ് ആൻഡ് ഫ്രം ഡ്രിങ്കിങ് എനിത്തിങ് വോം. അപ്പോൾ ചുമ വരാനുള്ള കാരണങ്ങൾ പലതുണ്ട്. സംസാരം കൊണ്ട്, പാട്ട് കൊണ്ട്, ചിരിക്കുന്നതുകൊണ്ട്, ഒരു വശം ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട്, ചൂടുള്ള എന്തെങ്കിലും കുടിക്കുന്നതുകൊണ്ട്. സാധാരണ ചൂടുള്ള കുടിക്കുമ്പോൾ ചുമ പൊതുവെ കുറയാണ്, പക്ഷേ ചൂടുള്ള കുടിക്കാൻ നേരത്ത് ചുമ വരാം. അതൊക്കെ കൊട്ടേഷനാണ്. വീണ്ടും കൊട്ടേഷനാണ്. സ്പ്യൂട്ട ലൈക്ക് വൈറ്റ് ഓഫ് എഗ്, യെല്ലോ, ഗ്രീൻ പസ്, സ്വീറ്റിഷ്, പ്യൂട്ടിഡ്, സോറോർ, സാൾട്ടിഷ് ഡ്യൂറിങ് ഡേ. പകൽ സമയത്ത് മുട്ടയുടെ വെള്ള പോലുള്ള കഫം, അല്ലെങ്കിൽ മഞ്ഞക്കഫം, പച്ച നിറത്തിലുള്ള കഫം, അതിന് മധുരമാകാം, അതിൽ ദുസ്വാദാകാം, ചവർപ്പാകാം, ഉപ്പാകാം, ഉപ്പ് രുചിയാകാം പകൽ സമയത്ത്. ചെസ്റ്റ് ഓഫ് വീക്ക് ദാറ്റ് ഹി കനോട്ട് ടോക്ക്, സംസാരിക്കാൻ പറ്റാത്തിടത്തോളം അയാളുടെ നെഞ്ച് ക്ഷീണിതമാണ്, ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പടിവാതിൽക്കലാണ്. എംപ്റ്റി ഫീലിംഗ് ഇൻ ദ ചെസ്റ്റ്, നെഞ്ച് ആകെ കാലിയായതുപോലെ തോന്നുന്നു.
ഇനി ഒരു മുൻകരുതൽ തരുന്നുണ്ട്. നമുക്ക് ഫിസിഷ്യൻസിന് പരാജയം സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യം. ദിസ് റെമഡി ഈസ് ഫ്രീക്വൻലി ഇൻഡിക്കേറ്റഡ് ഇൻ കേസസ് where the routinist would prescribe bryonia etc. in low potencies to loosen the cough. അപ്പോൾ ചുമ ഇങ്ങനെ കഫം പോകാതെ ഇരുന്നിട്ട് അതിനെ അയവുള്ളതാക്കി കളയാൻ വേണ്ടിയിട്ട് റുട്ടീനിസ്റ്റുകൾ, അതായത് ചിട്ടപ്പടി ചികിത്സ ചെയ്യുന്നവർ, ലക്ഷണങ്ങളെ അതിൻ്റെ വേണ്ട രീതിയിൽ എടുക്കാതെ ചികിത്സ ചെയ്യുന്നവർ ബ്രയോണിയയോ അങ്ങനെ മറ്റെന്തെങ്കിലും ഔഷധങ്ങളോ കൂടുതലൊന്നും പഠിക്കാതെ ഒറ്റനോട്ടത്തിൽ കൊടുക്കുന്ന കേസുകളിൽ പലപ്പോഴും ഈ ഔഷധം സ്റ്റാനം മെറ്റാലിക്കം ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടാം. അതിൻ്റെ ലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുകയും അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കുകയും മൊഡാലിറ്റീസിന് ശരിക്കും സ്റ്റഡി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബ്രയോണിയോ മറ്റോ ഒന്നും ആയിരിക്കണമെന്നില്ല, പലപ്പോഴും സ്റ്റാനം മെറ്റാലിക്കം വരാം. ഇത്തരം ഔഷധങ്ങൾക്ക് പലരും ചിന്തിക്കുക പോലുമില്ല. സ്റ്റാനം ഈസ് നോട്ട് ഡേഞ്ചറസ് ഇൻ തൈസിസ് ആൻഡ് വിൽ പാലിയേറ്റ് ദ കേസ് ഇഫ് ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. അപ്പോൾ ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിൽ സ്റ്റാനം അപകടം ചെയ്യില്ല. ചില ഔഷധങ്ങൾ, സൈലേഷ്യ പോലുള്ള ഔഷധങ്ങൾ ഈ ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിൽ അപകടകരമാകും, ചില പൊട്ടൻസികളിൽ വിശേഷം വരുന്ന പൊട്ടൻസ് അപകടകരമാകുമെന്നൊക്കെ എൻ്റെ തന്നെ മുൻകരുതൽ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ക്ഷയരോഗത്തിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു അവസ്ഥ ഉണ്ടെങ്കിലും സ്റ്റാനം അവിടെ അപകടം ചെയ്യില്ല. പക്ഷെ ഒരു മുൻകരുതൽ പറയുന്നുണ്ട്, ഇറ്റ് വിൽ നോട്ട് റോസ് ഓഫ് ദ വോൾ എക്കണോമി ലൈക്ക് സൈലീഷ്യ. സൈലീഷ്യയെ പോലെ മൊത്തം അയാളുടെ ജീവനം മൊത്തത്തിൽ അതിനെ ഉണർത്തുകയില്ല. ഉണർത്തി ചിലപ്പോൾ ഇൻക്യൂറബിൾ കേസ് ആണെങ്കിൽ അങ്ങനത്തെ ഉണർത്തൽ അപകടകരമായി തീരും. ബട്ട് ദർ മേ ബി ആൻ അഗ്രവേഷൻ ഓഫ് ദ നെർവസ് സിംറ്റംസ്. നാഡീസംബന്ധമായ ലക്ഷണങ്ങളിൽ ഒരു അഗ്രവേഷൻ വന്നേക്കാം. ഇഫ് ദർ ഇസ് എനിത്തിങ് ടു ബിൽഡ് ഓൺ ഇറ്റ് വിൽ കോസ് ദ പേഷ്യൻ്റ് ടു റാലി. അപ്പോൾ നെർവസ് സിംറ്റംസ് വെച്ചുകൊണ്ട് അതിനെ ഹീൽ ചെയ്തുകൊണ്ട് ആ രോഗിയെ മൊത്തത്തിൽ ആരോഗ്യത്തിലേക്ക് നയിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആ നെർവസ് സിംറ്റംസിൽ ഒരു ക്യൂറേറ്റീവ് അഗ്രവേഷൻ വരാം. ക്യൂറേറ്റീവായിട്ടുള്ള അഗ്രവേഷൻ വരാം. നമ്മൾ പാലിയേഷന് വേണ്ടി ചെയ്താലും ചിലപ്പോൾ ആ ഒരു പാലിയേഷന് വേണ്ടി ചെയ്തിട്ട് ക്യൂറേറ്റീവായ നിരവധി കേസുകൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരാം. അപ്പോൾ പേഷ്യൻറ്റിന് അതിനുള്ളൊരു അവസ്ഥ വേണം. അതിനെ തുടർന്ന് മുന്നോട്ട് പോകാനുള്ളൊരു വൈറ്റാലിറ്റി പേഷ്യൻ്റ് ഉണ്ടാകണം. ക്ഷയരോഗത്തിന് ഇൻക്യൂറബിൾ സ്റ്റേറ്റിൽ സ്റ്റാനം ഇൻഡിക്കേറ്റ് ചെയ്ത് പാലിയേറ്റീവായിട്ട് കൊടുക്കുമ്പോൾ നാഡീസംബന്ധമായ ലക്ഷണങ്ങളുടെ വർധന വന്നാലും ഭയപ്പെടേണ്ട, സൂക്ഷിക്കുക. ഇഫ് ഇറ്റ് ബ്രിങ്സ് ബാക്ക് ഹിസ് ഓൾഡ് ന്യൂറാജിക് പെയിൻസ് ആൻഡ് യു നോ ഹി ഹാസ് നോട്ട് ലോങ് ടൈം ടു ലിവ് ആൻഡ് സീംസ് ടു സഫർ മച്ച്, പൾസാറ്റില ഈസ് ദ നാച്ചുറൽ ആൻറ്റിഡോട്ട്. ഇനി ഇയാളുടെ ഇത് കഴിച്ചിട്ട് സ്റ്റാനം കൊടുത്തിട്ട് പഴയ നാഡീസംബന്ധമായ വേദനകൾ വരികയും അങ്ങനെ വന്നു എന്നാൽ പോലും അയാളുടെ ക്ഷയരോഗത്തിൻ്റെ അയാളുടെ ശ്വാസകോശങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അയാൾക്കിനി അധികം ജീവിക്കാൻ ഉള്ളൊരവസ്ഥയില്ല. ഒരു അഗ്രവേഷൻ അയാൾ താങ്ങാൻ പറ്റില്ല. കാരണം അയാളുടെ വൈറ്റൽ ഓർഗനായിട്ടുള്ള അയാളുടെ ശ്വാസകോശങ്ങൾ, പ്രാണവായു അയാൾക്ക് കൊടുക്കേണ്ട ഒരു അവയവം, അത് വീണ്ടും അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ, അയാൾ അധിക സമയം ജീവിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ പൾസാറ്റില ഈസ് ദ നാച്ചുറൽ ആൻറ്റിഡോട്ട്. ആ ഒരവസ്ഥയിൽ പൾസാറ്റിലയാണ് സ്വാഭാവികമായിട്ട് വരുന്ന നിർവീര്യകാരി, അത് കൊടുത്തേക്കുക. പിന്നെ ലൂസ് ഈസി കോഫ് ഈസ് ടേൺഡ് ഇൻ ടു വൺ ദാറ്റ് ഈസ് വയലൻറ്റ്, ഡ്രൈ ആൻഡ് റേക്കിംഗ് അണ്ടർ സ്റ്റാനം ആൻഡ് സീംസ് ടു ബി ഇൻക്ലൈൻ ടു ബി പ്രൊലോങ്ഡ്, പൾസാറ്റില വിൽ റിസ്റ്റോർ ദ ലൂസ് കോഫ്. ഇനി ഇവിടെയും അങ്ങനത്തെ ഒരു ഇൻക്യൂറബിൾ കണ്ടീഷൻ കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ക്യൂറേറ്റീവ് ആക്ഷൻ കാണുന്നില്ല. ഒരു ലൂസായിട്ടുള്ള ചുമയിൽ അത് വല്ലാതെ വയലൻ്റായി ആ ഈസി കഫ്, വളരെ എളുപ്പത്തിൽ കഫം പോകുന്നൊരു ചുമ വല്ലാതെ വർദ്ധിക്കുകയും അത് വരണ്ട ചുമയായി തീരുകയും ആളെ മൊത്തം ഉലക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഈ സ്റ്റാനം കൊടുത്ത ശേഷം ഉണ്ടാകുകയാണെങ്കിൽ അത് സുസ്ഥിരമായിട്ട് നിലനിൽക്കുകയാണ്. അതിനൊരു ക്യൂറേറ്റീവായിട്ടുള്ളൊരു ശമനം കാണുന്നില്ലെങ്കിൽ പൾസാറ്റില കൊടുക്കാം. ആ പഴയ ലൂസ് കോഫ് വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കപ്പെടും. അത് പിന്നീട് വേണമെങ്കിൽ മറ്റു ഉചിതമായ ഔഷധങ്ങൾ അവിടെ ഉപയോഗിക്കാം. ദിസ് ഇസ് നോട്ട് എ ഗുഡ് ആക്ഷൻ ഓഫ് ദ റെമഡി. ഇൻ ഇൻക്യൂറബിൾ കേസസ് യു ക്യാൻ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് ബൈ നോട്ട് ഗോയിങ് ടു ഹൈ. ഇതൊരു മുന്നറിയിപ്പ് തരികയാണ്. അത് ഈ ഔഷധത്തിൻ്റെ റെമഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാനം അവിടെ ഒരു ഔഷധമാണ്.
ആ രോഗിയുടെ അവസ്ഥയിൽ സ്റ്റാനത്തിന് ഔഷധ മൂല്യമുണ്ട്. പക്ഷേ ഒരു ഫേവറബിൾ ആക്ഷൻ അല്ല, ഇൻക്യൂറബിൾ കേസാണ്, ഫേവറബിൾ ആക്ഷൻ അല്ല വരുന്നതെങ്കിൽ, ഇൻക്യൂറബിൾ കേസാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അധികം ഉയർന്ന പൊട്ടൻസിയിലേക്ക് പോകാതിരിക്കുക. താഴ്ന്ന പൊട്ടൻസികളിൽ നമുക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ ഇതേപോലെ കുഴപ്പമുണ്ടാകുകയില്ല. അനദർ ഫീച്ചർ ഈസ് സീൻ ഇൻ വുമൺ. സ്ത്രീകൾ കാണുന്നൊരവസ്ഥ. ഇഫ് യു എവർ മീറ്റ് വിത്ത് എ കേസ് ഹു ഹാസ് സഫേർഡ് വിത്ത് വയലന്റ് ന്യൂറാൾജിയ ആൻഡ് ഷീ സേസ് സിൻസ് ദ ഒബ്ലിറ്ററേഷൻ ഓഫ് ദീസ് പെയിൻസ് ഷീ ഹാസ് ഹാഡ് എ കോപ്പിയസ് തിക് യെല്ലോ ഗ്രീൻ ലുക്കോറിയ, തിങ്ക് ഓഫ് സ്റ്റാനം. ഇവിടെ ന്യൂറാൾജിയ, നാഡീസംബന്ധമായ ശക്തമായ വേദനകളും വെള്ളപ്പൊക്കവുമായിട്ടുള്ള ബന്ധം. ശ്വാസകോശം പോലെ തന്നെ ഒരു സ്ത്രീയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ അവരുടെ പ്രത്യുൽപാദന അവയവങ്ങൾ. അതുമായിട്ടും ഈ ന്യൂറാൾജിക് പെയിൻസിന്, നാഡീസംബന്ധമായ പ്രശ്നങ്ങൾക്കൊരു ഒരു കറസ്പോണ്ടൻസ് ഉണ്ട് എന്ന് കെൻഡി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്ത്രീ പറയാണ് ഈ പെയിൻസിനെ, ഈ നാഡീസംബന്ധമായ വേദനകളെ തുടച്ചു നീക്കി, ഒബ്ലിട്രേഷൻ, ഈ ഒബ്ലിട്രേഷൻ എന്ന് തുടച്ചു നീക്കുക എന്ന് പറയുന്ന ഒരു തരം വയലന്റ് ടേമാണ്. തുടച്ചു നീക്കുക ഹീലിംഗ് അല്ല, ഹീലിംഗ് എന്നുള്ള പദമല്ല, തുടച്ചു നീക്കാൻ അവിടെ ഒരു വയലന്റ് ആക്ഷൻ, വയലന്റ് ആപ്ലിക്കേഷൻ അതിൻ്റെ പിന്നിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പദപ്രയോഗം കെൻഡ് വളരെ സൂക്ഷിച്ച് ഇംഗ്ലീഷ് ഭാഷയിലെ പദങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതിനർത്ഥം ഒരു ക്യൂറേറ്റീവ് രീതിയല്ല, ഒന്നെങ്കിൽ ഹോമിയോപ്പതിയിൽ തന്നെ അനാവശ്യമായ റിപ്പീറ്റേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം. അങ്ങനെ ന്യൂറാൾജിക് പെയിൻസ്, വയലന്റ് ന്യൂറാൾജിയിൽ പോയ ഒരു ചരിത്രമുള്ള സ്ത്രീക്ക് വല്ലാതെയുള്ള കട്ടിയുള്ള മഞ്ഞ നിറത്തിലുള്ള, പച്ച നിറത്തിലുള്ള സ്രവങ്ങൾ അവരുടെ ഗർഭാശയത്തിൽ നിന്നും മറ്റുമൊക്കെ വരുന്നു. അങ്ങനെ വരുമ്പോൾ തിങ്ക് ഓഫ് സ്റ്റാനം. ദർ ഇസ് ഗ്രേറ്റ് വീക്ക്നെസ് വിച്ച് സീംസ് ടു പ്രൊസീഡ് ഫ്രം ദ ചെസ്റ്റ്. അപ്പോൾ നെഞ്ചിൽ നിന്നും പുറപ്പെടുന്ന വല്ലാത്തൊരു ക്ഷീണത്തിൻ്റെ ഒരു ചരിത്രം സ്റ്റാനത്തിനുണ്ട്. ലിക്വറി ഹാസ് സേവ്ഡ് ഹെയർ ഫ്രം കൺസംഷൻ. ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കറസ്പോണ്ടൻസ്, ഈ കറസ്പോണ്ടൻസ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് നാഡികളും ശ്വാസകോശമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സ്ത്രീയെ, അല്ലെങ്കിൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അത് പുരുഷന്മാർക്കത് ബാധകമല്ല. നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശമായി കറസ്പോണ്ട് ചെയ്ത് ക്ഷയരോഗം ഉണ്ടാക്കുന്നതിന് പകരം അവരുടെ ഗൈനിക് സിസ്റ്റത്തിലേക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിരിക്കുകയാണ്. അപ്പം അങ്ങനെ വന്നുകൊണ്ട് ക്ഷയരോഗത്തിൽ നിന്നും ആ സ്ത്രീ രക്ഷപ്പെട്ടു. പക്ഷേ അത് ഈ ഗൈനിക് കേസുകളിലും ഗൈനിക് സിസ്റ്റത്തിലും അത് ദോഷകരമായി ബാധിക്കാം. പക്ഷേ ഉചിതമായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ സ്നാനം കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു വരും. മെൻസസ് ടു ഏർലി ആൻഡ് ടു പ്രൊഫ്യൂസ്. വളരെ നേരത്തെ വരുന്നു, ആർത്തവം വല്ലാതെ അമിതമായി രക്തസ്രാവം വരുന്നു. ബിയറിംഗ് ഡൗൺ ദ യൂട്രൈൻ റീജിയൻ, ആ ഒരു ഗർഭാശയത്തിൻ്റെ ഭാഗത്ത്, അടിവേറിൻ്റെ ഭാഗത്ത് താഴേക്ക് വലിഞ്ഞു തൂങ്ങി പോകുന്ന പോലെ തോന്നൽ. പ്രൊലാപ്സസ് യൂട്രൈ ആൻഡ് വജൈന. അപ്പോൾ ഗർഭപാത്രവും വജൈനയുടെ ഭാഗങ്ങൾ പോലും ബലക്ഷയം വന്നിട്ട് താഴേക്ക് പുറത്തേക്ക് വരുന്നൊരു അവസ്ഥ. പാരലിറ്റിക് സിംറ്റംസ്, റൈറ്റേഴ്സ് ക്രാമ്പ്, വുമൺ കനോട്ട് ലെറ്റ് ഗോ ഓഫ് ദ ബ്രൂം. തളർവാദ സംബന്ധമായ ലക്ഷണങ്ങൾ, റൈറ്റേഴ്സ് ക്രാമ്പ്, എഴുത്തുപണി ചെയ്യുന്നവർക്ക് വരുന്നൊരു പ്രശ്നം. റിസ്റ്റും മണിബന്ധത്തിലൊക്കെ വരുന്ന വേദനയും വലിച്ചുകോച്ചലും. വുമൺ കനോട്ട് ലെറ്റ് ഗോ ഓഫ് ദ ബ്രൂം. സ്ത്രീകൾക്ക് ഈ ചൂല് പിടിച്ച് അവരുടെ കൈ കൊണ്ടുള്ള അവരുടെ ജോലികൾ, ആ ജോലികൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു. ഒരു നൂറ്റാണ്ടൊക്കെ മുമ്പ് സ്ത്രീകൾ കൂടുതലും വീട്ടുജോലികളിൽ തളയ്ക്കപ്പെട്ട് കിട്ടുന്നത് കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പറയുന്നതാണ്. അവിടെ ഡ്രോസീറ ക്യൂവേഴ്സ് മോസ്റ്റ് കേസസ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ മിക്ക കേസുകളും ഡ്രോസീറയാണ് അവിടെ ഹീൽ ചെയ്യുന്നത്. ഇതിൻ്റെ കൊട്ടേഷനാണ്: കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൂൾസ് ഹാർഡ്, ഡ്രൈ, നോട്ടി ഓർ ഇൻസഫീഷ്യൻ്റ് ആൻഡ് ഗ്രീൻ. മലബന്ധമുണ്ട്, കട്ടിയുള്ള മലമുണ്ട്, വരണ്ട മലമാകാം, ഇങ്ങനെ കട്ട പോലെ വരാം, അല്ലെങ്കിൽ വേണ്ടത്ര ഇല്ല, മല രൂപീകരണം വേണ്ടത്ര ഇല്ലാതെ വരാം, പച്ച നിറത്തിൽ വരാം. ഇനാക്റ്റീവ് റക്റ്റം, മലാശയത്തിൻ്റെ പ്രവർത്തനമില്ല, ഇനാക്റ്റീവ് പ്രവർത്തനമില്ലാത്തതുകൊണ്ട്
അത് അങ്ങനെയുള്ള കോൺസ്റ്റിപ്പേഷൻ. പലർക്കും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഇനാക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷനെ കുറിച്ച് പലർക്കും ധാരണ ഉണ്ടാകേണ്ട പലർക്കും തന്നെ അതില്ല എന്നുള്ളത് ദുഃഖകരമായ അവസ്ഥയാണ്. ദാറ്റ് ഈസ് എ പാരലൈറ്റിക് സ്റ്റേറ്റ്, ഒരു തരം തളർവാദമാണ്. അവിടുത്തെ ആ പേശികളെ ബാധിച്ചു. ചിലപ്പോൾ നാഡീ സംബന്ധമാകാം, അല്ലെങ്കിൽ പേശികളെ സംബന്ധിച്ചതാകാം. ഈവൻ ദോ ദർ ഇസ് മച്ച് അർജിങ്, ദർ ഇസ് ഇനബിലിറ്റി ടു പാസ് ദ സ്റ്റൂൾ. അർജിങ് ഉണ്ട്, പോകണമെന്നുള്ള തോന്നലുണ്ട്, എന്നിട്ട് പോലും അതിനെ പുറന്തള്ളാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അർജിങ് ഉണ്ടാകാത്ത അവസ്ഥ. ഇവിടെ അർജുണ്ട് എങ്കിൽ പോലും പുറത്തേക്ക് തള്ളാം. അപ്പോൾ ആ പേശികളിൽ, മലാശയത്തിലെ മലദ്വാരത്തിലേക്കുള്ള പേശികളിലുള്ള ഒരു ഇനാക്ടിവിറ്റി വിച്ച് അറ്റ് ടൈംസ് ഇസ് സോഫ്റ്റ്. ചിലപ്പോഴൊക്കെ ഈ മലം മൃദുവായിരിക്കാം, എന്നിൽ പോലും പോകുന്നില്ല. കോളിക് ബെറ്റർ ഫ്രം പ്രഷർ ലൈങ് ഓൺ ദ സ്റ്റൊമക്ക്. വേദന വരുന്നു, അത് വയറ്റിൽ അമർത്തുമ്പോൾ അല്ലെങ്കിൽ കവിഴ്ന്ന് കിടക്കുന്ന നേരത്ത് ഈ വേദനയ്ക്ക്, വയറുവേദനയ്ക്ക് ശമനം. വോഴ്സ് ഓഫ് മോഷൻ, നടക്കുമ്പോൾ വർദ്ധിക്കും. ബെറ്റർ ഫ്രം ബെൻഡിങ് ഡബിൾ, രണ്ടായിട്ട് ഇങ്ങനെ മടങ്ങി കാലിങ്ങനെ നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ വേദന കുറയും. പ്രഷർ കൊണ്ട്. വീണ്ടും കൊട്ടേഷനാണ്. വെരി മച്ച് എക്സോസ്റ്റഡ് ഫ്രം ടോക്കിംഗ് ഓർ റീഡിങ് അലൗഡ്. സംസാരം കൊണ്ടോ ഉച്ചത്തിൽ വായിക്കുന്നത് കൊണ്ടോ ആൾ വല്ലാതെ ക്ഷീണരാകും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട് പോലും തളർച്ച. ഗ്രേറ്റ് ലാസിറ്റ്യൂഡ് ഫ്രം വാക്കിംഗ്, നടക്കുമ്പോൾ വല്ലാതെ ക്ഷീണം. വിയർനെസ് ഓഫ് ദ ഹോൾ ബോഡി, ശരീരം മുഴുവൻ തളർന്നു. എസ്പെഷ്യലി വെൻ അസെൻഡിങ് സ്റ്റേഴ്സ്, കയറ്റം കയറുമ്പോൾ സ്ഥാനത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നം കൂടുതലുണ്ട്, വല്ലാതെ ക്ഷീണം വരുന്നു. വിയർനെസ് ഓഫ് ദ ഹോൾ ബോഡി, ശരീരം മൊത്തം ക്ഷീണിക്കുന്നു. ഗ്രേറ്റ് സെൻസ് ഓഫ് വീക്ക്നെസ് ഇൻ ലാരിങ്സ് ആൻഡ് ചെസ്റ്റ്, നെഞ്ചിലും സ്വനപേടകത്തിലും തൊണ്ടയിലും ഒക്കെ വല്ലാതെ ക്ഷീണം. ദെൻസ് ഓൾ ഓവർ ദ ബോഡി, പിന്നെ ശരീരം മുഴുവൻ ക്ഷീണം വരും. ട്രംബ്ലിങ് ഫ്രം ദ സ്ലോ എക്സസൈസ്, ചെറിയൊരു ആയാസം, ഒരു അധ്വാനം കൊണ്ടുപോലും അയാൾ വിറക്കുന്നു, ക്ഷീണിച്ച് വിറക്കുകയാണ്. ചെറിയ അധ്വാനം കൊണ്ട് വിറയിൽ വർദ്ധിക്കുന്നു. എത്രമാത്രം ഉപകരിക്കുന്ന, എത്രയോ സ്ഥലങ്ങളിൽ ഉപകരിക്കുന്ന ഒരു ഔഷധമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ആ ഒരു അക്ഷരമാല ക്രമത്തിലേക്ക് നമ്മൾ ഇടക്ക് പോയതാണ്, വീണ്ടും നമ്മൾ അങ്ങനെ വന്നു. നമുക്ക് ആ ക്രമത്തിൽ തന്നെ നമുക്ക് അടുത്തതായിട്ട് അനാകാർഡിയം ഓറിയന്റൽ എന്നുള്ള ഔഷധത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അങ്ങനെ ആ ക്രമത്തിൽ നമുക്ക് വീണ്ടും ഈ പരമ്പര തുടരാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.